ഇപ്പോൾ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? Is he ready for the biggest day? ആളുകൾ കാത്തിരിക്കുന്നത് ആ ദിവസത്തിന് വേണ്ടിയാ. നാട് കാത്തിരിക്കുന്നത് ആ ആഘോഷരാവിനായാണ്. കൊടികളും തോരണങ്ങളും വീണ്ടും ഉയർന്നു. ആ തിരുനാൾ ആഘോഷിക്കാനായി. ആ ആഘോഷം ഇതിഹാസമായി മാറി. ഈ പ്രാവശ്യത്തെ തട്ടുകടയിൽ ആരാ ചിക്കൻ പൊരിക്കുന്നറിയാമോ? നമ്മളൊക്കെ കാശ് കൊടുത്ത് ഫുഡ് മേടിക്കും. പക്ഷേ അവിടെ ചിക്കൻ ഫ്രൈയുടെ മണമടിച്ചാൽ ജനങ്ങൾ എഴുന്നേറ്റ് നിന്ന് പ്ലേറ്റ് എടുക്കും. I have no more tolerance. എനിക്കും ഫ്രൈങ് പാൻ ഉണ്ട്. നിർത്തി പൊരിക്കുന്നു. എന്ത് ചെയ്യണമെന്നാലോചിച്ച് തല പുണ്ണാക്കണ്ട. മാതാവിന്റെ സ്നേഹത്തെക്കാൾ വലുത് മറ്റൊന്നുമില്ല. ഈ പ്രപഞ്ചത്തിൽ അമ്മയുടെ കരുതലിനേക്കാൾ വലിയ കവചം വേറെങ്ങുമില്ല. നിന്റെ പുറകിൽ 1000 പേരുണ്ടെന്ന ധൈര്യം നിനക്കുണ്ടെങ്കിൽ നിനക്ക് പെരുന്നാൾ നടത്താം. എന്നാൽ നീ മുന്നിൽ നിൽക്കുന്നുവെന്ന ധൈര്യം ആ 1000 പേർക്ക് ഉണ്ടെങ്കിൽ ആ ദിവസം ചരിത്രമാകും. റോക്കിക്ക് നിങ്ങളുടെ തട്ടുകട വളരെ ഇഷ്ടമായിട്ടുണ്ട്. അതിൽ പാചകം ചെയ്യാൻ അവനാണ് അവകാശമെന്ന് തോന്നിയാൽ ചുമ്മാ കഷ്ടമായിരിക്കും. അടുപ്പിൽ തീ കത്തുന്നതുവരെ മാത്രമേ എതിരാളികൾക്ക് പ്രതീക്ഷയുള്ളൂ. ബീഫിന്റെ മണം പുറത്തു വന്നാൽ ആ പ്രതീക്ഷയും പറന്നുപോകും. അതിനർത്ഥം എല്ലാം തീരുമാനിച്ചുറപ്പിച്ചെന്നാണ്. കറി വെച്ച ചിക്കന്റെ മണം കേട്ടതിനേക്കാൾ ഭയങ്കരമായിരുന്നു. പേജ് 128 കഷ്ടപ്പെട്ട് ഞാനൊരു മെനു എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കേ. പട്ടാൻ, ആ ബായ്, ഈ ഡാലസിൽ ഞങ്ങളുടെ തട്ടുകടയ്ക്ക് ഗൂഗിൾ മാപ്പ് വേണ്ട. ബീഫിന്റെ മണം മതി. അതെന്താണെന്നറിയാമോ? ഞങ്ങളുടെ ബീഫ് അത്രയ്ക്ക് ഫേമസ് ആണ്. അതെ ബായ്, എല്ലാവർക്കും നിങ്ങളെ പോലെ പറ്റുമോ ബായ്? 2 ചിക്കൻ പീസ് പൊരിച്ചിട്ട് വലിയ കാര്യത്തിൽ മാസ്റ്റർ ഷെഫ് ആണെന്ന് പറഞ്ഞു നടക്കും.
തട്ടുകടയിൽ നീ എനിക്കൊരു കാര്യം ചെയ്തു തരണം. കാര്യം നടന്നാൽ CEO ആയി തട്ടുകടക്ക സുൽത്താൻ നീ. പഠാൻ, ആ ബായ്. ഏതെങ്കിലും 10 കറി വെച്ച് ഷെഫായവനല്ല ഞാൻ. ഞാൻ വെച്ച 10 കറിയും സോൾഡ് ഔട്ടാണ്. ആ ബായ്, അതേ ബായ്. ആ വലിയ ചെമ്പ് അവർ ചായ തിളപ്പിക്കാൻ വെച്ചേക്കുക. അവൻ അത്രയ്ക്ക് വലിയ പാചകക്കാരനാണോ? റെസിപ്പി നോക്കി വെക്കുന്നവനാണ് പാചകക്കാരൻ. എന്നാൽ അവൻ റെസിപ്പി തന്നെ മാറ്റി എഴുതിയവനാണ്. മാസ്റ്റർ ഷെഫ്. ഗഗനം നീ, ഭുവനം നീ, ശിശിരം നീ, ധരണി തൻ എരിവിൽ തണല് നീ. ഉദയം നീ, ഉൽക്ക നീ, സർവം നീ, ചരിതമായി മാറണം നീ. യുഗയുഗാന്തരങ്ങളാകെ